ഈശ്വരസന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഒരേ നക്ഷത്രക്കാർക്ക് പരസ്പരം വിവാഹം ചെയ്യാമോ എന്ന വിഷയത്തിൽ പലർക്കും വിഭിന്ന അഭിപ്രായമാണുള്ളത്. അത്തരത്തിൽ വിവാഹിതരായി വിജയകരമായ ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിക്കുന്നവരെ ചൂണ്ടിക്കാട്ടുന്നു. മറുകൂട്ടരാകട്ടെ ദാമ്പത്യം പരാജയപ്പെട്ട ഒരേ നക്ഷത്രക്കാരായ ഭാര്യ ഭർത്താക്കന്മാരെ ചൂണ്ടിക്കാട്ടിയും വാദിക്കുന്നു. ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർ അതേ നക്ഷത്രക്കാർ വിവാഹം ചെയ്യുന്നത് ജാതകവശാൽ ദോഷമാണ്. ഇത്തരക്കാർ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ മാത്രം ഒരുമയോടെ ജീവിക്കുകയും പിന്നീട് വേർപിരിയുകയും ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഒരേ നാളുകാർ തമ്മിൽ വിവാഹം കഴിച്ചാൽ കണ്ടകശനി, ഏഴര ശനി എന്നീ ദശാകാലങ്ങൾ വരുമ്പോൾ ഒരുപോലെ വരികയും ദോഷഫലങ്ങൾക്ക് ശക്തി കൂടുകയും ചെയ്യും. ചിലരുടെ പ്രായത്തിനനുസരിച്ച് ഇതിൽ മാറ്റം വന്നേക്കും. രോഹിണി, തിരുവാതിര, അവിട്ടം, പൂയം, മൂലം, മകം ഈ 6 നക്ഷത്രങ്ങളിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും ജന്മനക്ഷത്രം ഒന്ന് തന്നെയാകുന്നത് 2 പേർക്കും ദുഃഖവും ആപത്തും ഉണ്ടാക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. കൂടാതെ പൂരാടം, ഭരണി, അത്തം, ആയില്യം, തൃക്കേട്ട, ചതയം ഈ 6 നക്ഷത്രങ്ങളിൽ സ്ത്രീകളുടെയും പുരുഷൻ്റെയും ഒരേപോലെ വന്നാൽ ധനനാശവും വിയോഗവും അകാല മരണവും സംഭവിക്കുമെന്നും പറയപ്പെടുന്നു. വേദദോഷങ്ങളുള്ള നക്ഷത്രങ്ങൾ തമ്മിൽ ഒരിക്കലും വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. വേദദോഷമെന്നാൽ വൈധവ്യമെന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. വിവാഹബന്ധം നിലനിൽക്കെ തന്നെ പല വിധത്തിൽ ഭർത്താവുമായി പിരിഞ്ഞ് ജീവിക്കേണ്ടി വരും എന്നും ഇത് സൂചിപ്പിക്കുന്നു. ഇത്തരക്കാർ ഒരുമിച്ച് ജീവിക്കാൻ എത്ര കണ്ട് ശ്രമിച്ചാലും നടക്കാത്ത അവസ്ഥയുണ്ടാകും. 50 വർഷത്തെ വിവാഹ ജീവിതത്തിൽ 1-2 വർഷം മാത്രം ഒരുമിച്ച് ജീവിച്ച എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. വേദദോഷപ്രകാരം ചേർച്ചയില്ലാത്ത നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കാം. ഭരണിയും അനിഴവും, തിരുവോണവും തിരുവാതിരയും, വിശാഖം, കാർത്തിക, ചോതിയും രോഹിണിയും, മൂലവും ആയില്യവും, മകവും രേവതിയും, പൂയവും പൂരാടവും, പുണർദവും ഉത്രാടവും, പൂരവും ഉത്രട്ടാതിയും. പണ്ട് 22 പൊരുത്തങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു വിവാഹം നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് 10 പൊരുത്തങ്ങളെയാണ് പരിഗണിക്കാറ്. ഇതിൽ 5-ൽ കൂടുതൽ പൊരുത്തങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വിവാഹത്തിന് അനുയോജ്യമായി കണക്കാക്കുകയുള്ളൂ. ഇവയിൽ തന്നെ പരസ്പരം പൊരുത്തമില്ലാത്ത ഒരേ നാളുകൾ തമ്മിലും പൊരുത്തം പരിഗണിക്കാറില്ല. നക്ഷത്ര പൊരുത്തം പരിശോധിക്കുമ്പോൾ പ്രധാന വില്ലന്മാരായ ചൊവ്വാദോഷം, മധ്യമരഞ്ജു, വേദദോഷം ഇവയ്ക്ക് തക്കതായ പരിഹാര നിർദ്ദേശങ്ങളില്ല. ഇത്തരം വിവാഹം നടന്നാൽ ഇതിനായി ചെയ്യേണ്ട പരിഹാര ക്രിയകളെക്കുറിച്ച് ജ്യോതിഷന്മാർക്കിടയിൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ട്. എങ്കിലും സർവ്വവിധമായ മംഗല്യദോഷങ്ങൾക്കും ഫലപ്രദമായ പരിഹാരമാണ് ഉമാമഹേശ്വര പൂജയും ദീർഘസുമംഗലി ഹോമവും. തലമുറയായി ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാർ ഈ സവിശേഷ പൂജകളെ നിർദ്ദേശിക്കാറുണ്ട്. മംഗല്യദോഷങ്ങൾ അകറ്റുന്നതിനായിട്ട് ഈ പൂജകൾ ഏതൊരാൾക്കും അനുഷ്ഠിക്കാവുന്നതാണ്. പാർവതിയെ പരിണയിച്ച് ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കുന്ന സങ്കല്പത്തിൽ ശിവനെ പൂജിക്കുന്നതാണ് ഉമാമഹേശ്വര പൂജ. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.